Hello my dear student, welcome back to Learn and Grow. So today we are going to discuss class 7 science chapter 4 when the light reflect. Okay, so in the last class we have discussed the three type of object, right? Transparent object, translucent object and opaque object. Okay, so now today we are going to discuss the light that returns. എന്നുവെച്ചാൽ തിരിച്ചു വരുന്ന പ്രകാശം. We have understood that some objects are transparent and some are opaque. What happens when the light falls on opaque object? ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി എന്താണ്, ചിലത് ട്രാൻസ്പെറൻറ്റും ചിലത് ഒപ്പാക്കുമാണ് അല്ലേ. അപ്പോൾ ഒരു ലൈറ്റ് ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ഫാൾസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ദ ലൈറ്റ് ഗെറ്റ് ബ്ലോക്ക്. ലൈറ്റ് അവിടെ ബ്ലോക്ക് ആവും അല്ലേ, അതിൻ്റെ നേരെ അപ്പുറത്തുള്ളവർക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഡിം ദ ലൈറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ബൈ ക്ലോസിങ് ദ ഡോർസ് ആൻഡ് വിൻഡോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം എന്താണ്. ഡിം ദ ലൈറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ബൈ ക്ലോസിങ് ദ ഡോർസ് ആൻഡ് വിൻഡോ. ഹോൾഡ് എ മിറർ ഫേസിങ് ദ വാൾ ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഫ്രം ദ ടോർച്ച് ഫോൾ ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ക്ലാസ് മുറിയുടെ ജനലും വാതിലൊക്കെ നന്നായിട്ട് അടച്ച് ആ ക്ലാസ് മുറി ഒന്ന് ഇരുട്ടാക്കാൻ. എന്നിട്ട് ഒരു കണ്ണാടി മിറർ ഒരു ചുമരിന് അഭിമുഖമായിട്ട് നമ്മൾ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ആ മിററിൽ പതിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ്? അപ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കും? നമ്മൾ മിററിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ചാൽ എന്ത് സംഭവിക്കും? ഹാവിൻ യു നോട്ടീസ്ഡ് ദാറ്റ് ദ ലൈറ്റ് റേസ് ഫോൾസ് ഓൺ ദ വാൾ ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ ദ മിറർ? അപ്പോൾ ആ ലൈറ്റ് ഈ മിററിൽ ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് എന്താണ്, ചുവരിൽ തട്ടി പതിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഹോൾഡിംഗ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് ദ വാൾ ആൻഡ് അലോയിങ് ലൈറ്റ് ഫ്രം ദ ടോർച്ച് ടു ഫോൾ ഓൺ ഈച്ച് ഓഫ് ദം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ താഴെ പറയുന്ന കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് ചുമരിന് അഭിമുഖമായി ഇതൊക്കെ ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ചിട്ട് ഈ പരീക്ഷണം ആവർത്തിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മെറ്റീരിയൽ സ്മൂത്ത് ടൈൽ, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ബ്രോൺസ്, ഹാർഡ് ബോർഡ്, പേപ്പർ, വുഡൻ ബ്ലോക്ക്. വുഡൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മരക്കട്ട. ഓക്കെ, അപ്പോൾ റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെൽ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ, മിററും പേപ്പർ. ദെൻ ഡിഫറൻസ് in the returning of light after falling on the surface. Light return. മിററിലാവുമ്പോൾ ലൈറ്റ് റിട്ടേൺസ് വെൽ, പേപ്പറിലാവുമ്പോൾ വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺ. അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റീൽ പ്ലേറ്റിലാവുമ്പോൾ എങ്ങനെയാണ്? ലൈറ്റ് റിട്ടേൺസ് വെൽ. സ്മൂത്ത് ടൈൽസ് ആകുമ്പോൾ ലൈറ്റ് റിട്ടേൺസ് വെൽ. ദെൻ വുഡൻ ബ്ലോക്കിലാകുമ്പോൾ ലൈറ്റ് ഡു നോട്ട് റിട്ടേൺസ് അറ്റ് ഓൾ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പ്രകാശം പ്രതിഫലിക്കും. ദാറ്റ് മീൻസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്ക് ഓൺ ആൻ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ പ്രകാശം പതിക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്ക് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, touch and feel the surface of the object which reflect light very well. What do you feel? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ ചുമരിലേക്ക് പ്രകാശം നന്നായിട്ട് പ്രതിഫലിക്കുന്ന വസ്തുക്കളുടെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇനി പ്രകാശം നന്നായിട്ട് പ്രതിഫലിക്കാത്ത വസ്തുക്കളെയും ടച്ച് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് പ്രതിഫലിക്കുന്ന വസ്തുക്കൾ നമ്മൾ ടച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല സ്മൂത്ത് ആയിരിക്കും അല്ലേ, അതിൻ്റെ പ്രതലം സ്മൂത്ത് ആയിരിക്കും. എന്നാൽ അത് റിഫ്ലക്റ്റ് ചെയ്യാത്തത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല, ഒരു പരുപരുത്തതായിരിക്കും അല്ലേ. ഹാവിൻ യു ഫൗണ്ട് ദാറ്റ് സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ ദാറ്റ് ഈസ് ലെസ് ഇൻ ദ കേസ് ഓഫ് റഫ് സർഫേസ്. അപ്പോൾ സ്മൂത്ത് സർഫേസിലാണ് ഏറ്റവും നന്നായിട്ട് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് കമ്പയർഡ് ടു ദ റഫ് സർഫേസ്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റുഡ് ദിസ്? നെക്സ്റ്റ് നോക്കാം. വൈ ഈസ് ഇറ്റ് ദാറ്റ് റഫ് സർഫേസ് കനോട്ട് റിഫ്ലക്ട് ലൈറ്റ് വെൽ? എന്തുകൊണ്ടാണ് ഈ ഒരു
റഫ് സർഫേസിൽ ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? Why is it that rough surface cannot reflect light well? The reflection of light from a mirror and sandpaper are depicted below. Analyze the figure and write the inference. Okay. അപ്പോൾ ഇവിടെ ഈ മിററിലും സാൻഡ് പേപ്പറിലും തട്ടി പ്രകാശം റിട്ടേൺ ചെയ്യുന്നൊരു രീതിയാണ് ഈ ഫോട്ടോയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇവിടെ നോക്കിയ മിററിലാണെങ്കിൽ അത് നല്ല ക്രമമായിട്ട് വന്ന് അതേപോലെ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണോ അത് നന്ന ക്രമമായിട്ട് വന്ന് ആ ലൈൻസ് ഇല്ലേ, അത് പ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ ലൈൻസ് പ്രകാശം ക്രമമായിട്ട് വന്ന് അത് അതേപോലെ റിട്ടേൺ ചെയ്യുന്നു. കാരണം മിറർ എന്ന് വെച്ചാൽ ഒരു മിനുസമുള്ള പ്രതലമാണ്. ഇനി അതേസമയം സാൻഡ് പേപ്പറിലാകട്ടെ, നോക്കിയേ, ആ ലൈറ്റ് വന്ന് പ്രതിഫലിച്ച് അത് റിട്ടേൺ പോകുന്നത് ക്രമമായിട്ടല്ല അല്ലേ, ഒരു ഇറഗുലർ ആയിട്ടാണ് പോകുന്നത്. കാരണം സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് പരുവരുത്തതാണ് അല്ലേ. അപ്പോൾ ഡസൻ ദ ലൈറ്റ് ഫോൾ ഓൺ ദ മിറർ അണ്ടർഗോ എ റെഗുലർ റിഫ്ലക്ഷൻ? വാട്ട് അബൌട്ട് ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ സാൻഡ് പേപ്പർ? അപ്പോൾ സാൻഡ് പേപ്പറിലുള്ളത് റെഗുലർ അല്ല അല്ലേ, ഇറഗുലർ ആണ് അതിൻ്റെ ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Arrange a comb, a torch, a mirror and a sheet of A4 size paper as shown in the figure and light the torch. Observe the regular reflection of the light. ഓക്കെ, അപ്പോൾ ഒരു കോമ്പും പിന്നെന്താണ് ഒരു ടോർച്ചും ഈ പിക്ചറിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ പ്രകാശം പ്രതിഫലിക്കുന്നതും അതിൻ്റെ റിട്ടേൺസും നമുക്ക് ശരിക്കും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിററിലായതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു റെഗുലർ ഫീലിംഗ് ഓഫ് ദ ലൈറ്റ് ശരിക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ലൈറ്റ് ഫാളിംഗ് ഓൺ എ സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ സ്മൂത്ത് സർഫേസിൽ ഫോളോ ചെയ്യുമ്പോൾ അതിനൊരു റെഗുലാരിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇനി പറയുന്ന പേരാണ് റെഗുലർ reflection. So mirror give a regular reflection. When light falls on the rough surface, it gets scattered in the different direction അല്ലേ. അപ്പോൾ റഫ് സർഫേസിലാണെങ്കിൽ അത് റെഗുലർ അല്ല, ഇറഗുലർ ആണ്. അപ്പോൾ അതിങ്ങനെ സ്കാറ്റേഡ്, ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചിതറി പോവും അല്ലേ, ആ പ്രകാശം റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം വെൻ ലൈറ്റ് റിഫ്ലക്റ്റ്. When light reflect, kick a ball to a particular point on a wall from different places. Does the ball hit the wall and bounce back? Does it always bounce back at the same manner? നമ്മൾ ഒരു ചുമരിലേക്ക് ഇങ്ങനെ ഒരു ബോൾ കിക്ക് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ അത് നമ്മളങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബൗൺസ് ബാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കും അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്? ആയിരിക്കില്ല അല്ലേ. ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എനി പെക്യുലാരിറ്റീസ് ഇൻ ദ ലൈറ്റ് റേസ് ഫോളിങ് ഓൺ ആൻഡ് ബൗൺസിങ് ഓഫ് ദ മിറർ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, അപ്പോൾ അതേപോലെ തന്നെ ലൈറ്റ് റേസ് ഇങ്ങനെ ഫോളിങ് ആൻഡ് ബൗൺസിങ് ഓഫ് മിറർ അതിന് സെയിം ആണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പെക്യുലാരിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെറ്റ് us എക്സാമിൻ ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ഇവിടെ താഴെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് എക്സാമിൻ ചെയ്യാനാണ് പറയുന്നത്. ദ ഫിഗർ ഗിവൻ ബിലോ ഷോസ് 4 children സിറ്റിംഗ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ 2 benches ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ലിസൺ ടു ദെയർ കൺവേഴ്സേഷൻ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ മിഡിലായിട്ട് 4 കുട്ടികൾ ഇരുന്നിട്ടുണ്ട്, അവരുടെ മിഡിലായിട്ട് മിറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ കൺവേഴ്സേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 2 3 4 അല്ലേ, 4 ചിൽഡ്രൻ. അപ്പോൾ ഫസ്റ്റ് കുട്ടി എന്താ പറയുന്നത്? ഐ സീ റിയ ത്രൂ ദ മിറർ. ആ കുട്ടിക്ക് ആരെയാണ് മിററിൽ കാണുന്നത്? റിയാനെയാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയുന്നത് നോ, മേഘ ഈസ് ദെയർ ഓൺ ദ മിറർ. മേഘ ഈസ് ദെയർ ഓൺ ദ മിറർ, അവൾക്ക് കാണുന്നത് മേഘാനെയാണ് അല്ലേ. അപ്പോൾ തേർഡ് കുട്ടി പറയുന്നു നോ, ഐ സീ ദ നിഖിൽ. ഫോർത്ത് വൺ പറയുന്നു ബട്ട് ഐ സീ അനു. അങ്ങനെ ഓരോ കുട്ടികൾക്കും അവരുടെ പ്രതിഫലനമല്ല കാണുന്നത് അല്ലേ, മറ്റു കുട്ടികളുടെ. കാരണം അവർ മിററിൻ്റെ നേരെ ഫ്രണ്ടിലല്ല അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവർ ഇരിക്കുന്നത് അല്ലേ. വൈ ഈസ് ഇറ്റ് ദാറ്റ് ദ ചൈൽഡ് ഹൂ സിറ്റിംഗ് ഫസ്റ്റ് കാൺട്ട് സീ ദോസ് സിറ്റിംഗ് അറ്റ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പൊസിഷൻ?
സിമിലർലി വൈ കാൺ അതർ ചിൽഡ്രൻ സീ ഓൾ ത്രൂ ദ മിറർ? ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അടുത്തുള്ള കുട്ടികളെ കാണാൻ പറ്റാത്തത്? സെക്കൻഡും തേർഡുള്ള കുട്ടീനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ റൈറ്റ് ഡൗൺ യുവർ അസംഷൻ ഇൻ ദ സയൻസ് ഡയറി. എന്തുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് സം മെറ്റീരിയൽ ഇൻ ദ സയൻസ് കിറ്റ് ടു വെരിഫൈ ദ അസംഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിക്ക് ഏറ്റവും അറ്റത്തുള്ള കുട്ടിയാണ് മിററിൽ കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അറ്റത്ത് മറ്റുള്ള മിഡിലുള്ള കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ലല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് നടത്താൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ആവശ്യമായ മെറ്റീരിയൽസ് നോക്കാം. എ സ്മോൾ പീസ് ഓഫ് മിറർ, എ പ്രൊട്രാക്ടർ made as shown in the figure, a transparent plastic box, double-sided tap, laser torch, an incense stick and a matchbox. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ്. Fix the small piece of mirror on the side of the transparent plastic box using the double-sided tap. Fill up the box with the smoke from the incense stick. ഓക്കെ, അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് പെട്ടി ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വശത്ത്, പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ഒരു വശത്തായിട്ട് നമ്മൾക്ക് ഈ മിറർ ഫിക്സ് ചെയ്യാം. നമ്മൾ ഡബിൾ ടാപ്പ് സ്ട്രിക്കർ വേണോ, അതിലാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഉൾവശം ഇൻസെൻസ് സ്റ്റിക്ക് ഉപയോഗിച്ച്, ചന്ദനത്തിരി ഉപയോഗിച്ച് ആ പെട്ടിയിൽ പുക നിറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറേഞ്ച് ദ പ്രൊട്രാക്ടർ യു ഹാവ് മെയ്ഡ് അണ്ടർ ദ പ്ലാസ്റ്റിക് ബോക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ആ പ്രൊട്രാക്ടർ എന്ത് ചെയ്യാനാണ്? പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിക്കിൻ്റെ താഴെയായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡ്രോ എ perpendicular line from this protractor to the mirror at an angle of 90 degree. This is normal. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ പ്രൊട്രാക്ടർ 90 ഡിഗ്രി കോണിൽ വരുന്ന രീതിയിൽ കണ്ണാടിയിലേക്ക് ഒരു ലൈന് വരക്കാനാണ് പറയുന്നത്. ഓക്കെ, allow the light from the laser torch to fall through different angles of the protractor on the point where normal touches the mirror. അപ്പോൾ ഈ പ്രൊട്രാക്ടറിൻ്റെ വിവിധ കോണിലൂടെ നമ്മൾ ഈ ലേസർ ടോർച്ച് അടിച്ച് നമ്മൾ ലൈൻസ് വരച്ചില്ലേ, അപ്പോൾ അത് സ്പർശിക്കുന്ന തരത്തിൽ അതിൻ്റെ പോയിന്റിലേക്ക് ഈ ലേസർ ടോർച്ച് അടിക്കാനാണ് പറയുന്നത്. അപ്പോൾ മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ആൻഡ് ദ നോർമൽ. സിമിലർലി മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ആൻഡ് നോർമൽ. റെക്കോർഡ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആ റേസ് അടിക്കുന്ന സമയത്ത് ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും പിന്നെന്താണ് അതിൻ്റെ ആ ഒരു ആംഗിളിൻ്റെ ഇടയിലുള്ള ആ ലംബത്തിനും ഇടയിലൊരു കോണ് അല്ലേ, ഒരു ആംഗിൾ നമ്മൾ അളന്ന് നോക്കാനാണ്. അതുപോലെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും റിട്ടേൺ ആയിട്ട് വരുന്നില്ലേ, അതിനും ആ ലംബത്തിനും ഇടയിലുള്ള ആംഗിളും അളന്ന് നമ്മൾ ഈ പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറയുന്നത്. താഴെ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ, അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദ നോർമൽ. ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് ദ നോർമൽ. ഓക്കെ, അപ്പോൾ ഇത് 40 ഡിഗ്രിയിലാണ് നമ്മൾ ലൈറ്റ് റേ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതേ റിഫ്ലക്ഷനും അതേ ഒരു ഡിഗ്രി ആയിരിക്കും കേട്ടോ. 40 ഡിഗ്രി ആണെങ്കിൽ 40 ഡിഗ്രി ആയിരിക്കും, 55 ആയിരുന്നെങ്കിൽ 50 ആയിരിക്കും, 55 ആയിരിക്കും, 70 ആണെങ്കിൽ 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, is there any relation between the angle made by light ray from the torch with the normal and the angle made by the reflecting light ray with the normal? അപ്പോൾ ഇതിവിടെ നമ്മൾ ഈ ടേബിള് അനലൈസ് ചെയ്തിട്ട് നോക്കാനാണ് നമ്മൾ ലേസർ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ആ ഒരു രേഖ അല്ലേ, നമ്മൾ ലൈൻസ് വരച്ചിനല്ലോ ലംബം, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ആംഗിളും പിന്നെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ
You have seen light ray falling on the mirror and reflected ray. Observe the diagram given below. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇതിൽ പതിച്ച പ്രകാശരശ്മിക്കും പ്രതിഫലിച്ച രശ്മിയും നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവയുടെ രേഖാചിത്രം നിരീക്ഷിച്ചു. അപ്പോൾ ഇവിടെ താഴെ ഇതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ദ റേസ് ഓഫ് ലൈറ്റ് falling on the mirror is the incident ray. അപ്പോൾ ഇതിൽ the light of ray falling on the mirror, ആ മിററിൽ പതിക്കുന്ന പ്രകാശരശ്മിയെ എന്ത് വിളിക്കുന്നു? ഇറ്റ് ഈസ് എ ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ ഫോൾ ഓൺ ദ മിറർ ഈസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് റേ ഫോൾ ഓൺ ദ മിറർ, ആ ഒരു പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ദ ലൈൻ ഡ്രോ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് ഈസ് നോർമൽ ആൻഡ് ദ ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ ആ ഒരു മിററിൽ പതിക്കുന്ന പ്രകാശരശ്മിയെ ഇൻസിഡൻറ്റ് റേ എന്നും അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശരശ്മിയെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു മിഡിലൊരു ലൈൻ ഡ്രോ ചെയ്തില്ല, ഒരു പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന എന്താണ്? അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്, അത് ഒരു നോർമലാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഓക്കെ, ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ, ഈ ഒരു ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനിടയിലുള്ള ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയും. പിന്നെ എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ റിഫ്ലക്റ്റഡിലേക്കും ഈ നോർമലിനും ഇടയിലുള്ള ആംഗിളിന് എന്ത് പറയും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട് റിഗാർഡിംഗ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് കണ്ടക്റ്റഡ്? ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒരിക്കലും മറന്നു പോകുക. എക്സാമിനായിട്ട് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുണ്ട് വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട് റിഗാർഡിംഗ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ലൈറ്റ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് കണ്ടക്റ്റഡ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നേരത്തെ ചെയ്ത എന്താണ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത്? എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ദ സെയിം. ഓക്കെ, അത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു ഇൻസിഡൻറ്റ് റേ, നമ്മളിപ്പോൾ ഒരു ടോർച്ച് ഇങ്ങനെ അടച്ചിട്ട് ഏതൊരു ഇപ്പോൾ 50 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും 50 ഡിഗ്രിയിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ നോർമലിലാണ് നമ്മൾ ഇങ്ങനെ ടോർച്ച് അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നോർമൽ തന്നെയായിരിക്കും തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഏത് സെയിം ഡിഗ്രി ആയിരിക്കും. ഓക്കെ ഓക്കെ ഡിയർ, അപ്പോൾ ടുഡേ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം. ബൈ ബൈ.